എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യരാണ്. കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശപ്പടി. പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മുടി വളരാനും മുടി കൊഴിച്ചിലും മാറി കൊഴിഞ്ഞു പോയ മുടികൾ 21 ദിവസത്തിനുള്ളിൽ മുളച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ്. ഇത് കാലാകാലം കാത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം വെറും 21 ദിവസം മാത്രം മതി ഈ എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മളത് പോസ്റ്റിൽ അയച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് മുടിയെ കുറിച്ചാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള ഓരോ വിഷയങ്ങളും നിങ്ങളെ വിരൽ തുമ്പിലുണ്ടായിരിക്കും. ഇപ്പോൾ ഏതൊരാൾക്കും ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള മുടി, അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന മുടിയൊക്കെയാണ്. അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും എല്ലാവർക്കും. പക്ഷേ എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഇത് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ മുടിയുടെ ഭംഗി കണ്ടിട്ടും അഴക് കണ്ടിട്ടും വെള്ളറക്കി അല്ലെങ്കിൽ കൊതിച്ചിരിക്കുക എന്നല്ലാതെ നമുക്കത് കെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മുടി നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നവർ അതെങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ബാങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഫാഷൻ ഡിസൈനിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവർ മുടിയൊക്കെ നല്ല പോലെ അല്ലെങ്കിൽ കാറ്റത്തൊക്കെ ഇങ്ങനെ എതളായിട്ട് ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ ഈ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുക, എനിക്കിതുപോലെ ആയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അവരൊക്കെ തല നനയ്ക്കുന്നത് രാത്രി മാത്രമാണ്. പകല് രാവിലെ ഒന്നും തല നനച്ച് കുളിക്കുന്ന പരിപാടിയില്ല. കുറിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ മുടിയുമുള്ള എല്ലാ അംഗക്കെട്ടും രാത്രിയാണ്. ഇപ്പോൾ അത് ദിവസവും തല നനയ്ക്കൂല. ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ, ചിലർ 6-7 ദിവസം കൂടുമ്പോൾ മണക്കണെന്ന് കണ്ട ഈ വിയർപ്പ് മണം അങ്ങനെ ഗന്ധി വരുന്ന സമയത്താണ് ഈ സംഭവം ഒന്ന് കൊണ്ടുപോയി നനയ്ക്കുള്ളൂ. അതുവരെ ഈ ഈരലും അതുപോലത്തെ ക്രീമൊക്കെ ഇട്ടിട്ട് ഒപ്പിച്ച് നടക്കണം. ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റൂല. കാരണം ഈ മുടിയുടെയും സൗന്ദര്യത്തിന്റെയും പിന്നിൽ ജീവിക്കുന്നവർക്ക് അത് മേക്കപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ അത് കെയർ ചെയ്ത് കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ അവർക്ക് അതിന് വില ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ജോലിക്കും ആ ഡിസിപ്ലിൻ അനുസരിച്ചിട്ടാണ് അവര് വീട്ടിൽ തിരുമ്പലും കുളിക്കലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ നിർത്തിയിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ വാഷ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഈ മുടിയുടെ കാര്യത്തിന് മെനക്കെട്ടിരുന്ന് ഇത് കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് നിലനിൽക്കുള്ളൂ. അപ്പൊ ഈ മുടിയൊക്കെ എല്ലാവർക്കും പൊട്ടി പോണെന്ന് പറയും. അപ്പൊ ഈ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് മക്കൾ സ്കൂളിൽ പോകണം, അവർക്ക് ചോറും കൂട്ടാനും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇതൊന്നും ചിക്കറക്കാനോ അത് വേണ്ട രീതിയിൽ ഉണക്കി കെട്ടിവെക്കാനോ പറ്റില്ല. ആ നേരത്താണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ മുടിൻ്റെ ഈരും ആ വലിയ സാധനം പിടിച്ചിട്ട് ആ ചീർ പിടിച്ച് ഇങ്ങനെ വലിച്ചാണ്ട് പൊട്ടിച്ച് കളയണം. ചിക്കറത്തിട്ട് റെഡിയാക്കണില്ല. അതപ്പോൾ അതൊരു വലിയൊരു ഫോൾട്ടാണ് ഇതിൽ. കാരണം എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇഴകള് ചിക്കറക്കെന്നല്ലേ പറയാം. അത് ഓരോ സ്ഥലത്തും ഓരോ തരം ഭാഷയാണ്. നമ്മുടെ ഭാഷ നമ്മൾ പറയുന്നത് മാത്രമല്ല കേട്ടോ. കെട്ടുകളെ അതൊക്കെ വിടർത്തി നല്ലതുപോലെ ഇഴകളൊക്കെ റെഡിയാക്കി വിരലുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാതെ ആക്കിയെടുക്കാനുള്ള സമയം നമ്മുടെ ഗൃഹസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്ക് ആർക്കുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് 100 പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഇത് കാര്യമായിട്ട് ശ്രദ്ധിക്കാണ്ടിടും. പക്ഷെ ഇതൊക്കെ മറ്റൊരാളുടെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു തോന്നുക. അപ്പോഴാണ് വെച്ചെങ്കിൽ ആകെ എന്തായി കടയിലും ഇല്ല തലയ്ക്കലും ഇല്ലാത്ത പോലെ ഉണ്ടാവും. കാരണം കുറച്ചൊരു വാല് പോലെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. കെട്ടിവെച്ച മുഖത്തിന്റെ ആ കോലം തന്നെ പോകും. അപ്പൊ അതുകൊണ്ടൊക്കെ മുടി നന്നായി വളരുക എന്ന് പറയുന്നതും മാത്രമല്ല, അത് കെയർ ചെയ്യലും കൂടിയിട്ട് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. എല്ലാവരും എണ്ണകളൊക്കെ എടുക്കും. ഈ എടുത്തതിന് ശേഷം കുറേ തേക്ക് ഒരു 200 എണ്ണ ആകെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അത് ഞാൻ നല്ലപോലെ എണ്ണയിച്ച് കുളിക്കുന്ന ആളാണെന്നൊക്കെ പറയും. തലയ്ക്കൊക്കെ തണവുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു വൃത്തിയും കോലൊക്കെ പോയിട്ട് ഇതിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ ഒരു അടക്കും ചിട്ടയും നമ്മൾ സെറ്റ് ചെയ്യണം. ആദ്യം സെറ്റ് ചെയ്യിച്ചാൽ മുടി കെയർ ചെയ്യാൻ തന്നെ നമ്മൾ തയ്യാറാവണം. ഈ തയ്യാറായെന്ന് വെച്ചാൽ എത്ര പോയ മുടി, കാരണം വെച്ചാൽ മുന്നേക്കെ ഈ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ പോയതും നമുക്ക് വരാന്ന് വെച്ചാൽ തൈറോയിഡ് ഉണ്ടായി കഴിഞ്ഞാൽ മുടി കൊഴിയും. അതുപോലെ പ്രസവിച്ച് എണീറ്റ സ്ത്രീകൾക്ക് ഈ കാൽസ്യമൊക്കെ കുട്ടികൾ പാല് കുടിച്ചിട്ടും അവരുടെ വൈറ്റമിൻസ് ഒക്കെ പോയിട്ടും അവർക്കും ഈ മുടി കൊഴിച്ചിലും ഉണ്ടാവും. കാരണം വെച്ചാൽ എല്ലാ കാൽസ്യം കുട്ടി പാല് കുടിക്കുന്നതിൽ കൂടെ പോവും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് കാൽസ്യക്കുറവ് ഉണ്ടാകുമ്പോഴൊക്കെ ഇതുണ്ടാവും. തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ PCOD ഉള്ള ആളുകൾക്ക്, പിന്നെ നല്ല രീതിയിൽ മുടി കെയർ ചെയ്യാത്ത ആളുകൾക്ക്, ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക്, ഇതിനൊക്കെ ഇത് കാരണങ്ങളാണ് മുടി കൊഴിയുക.
പിന്നെ താരൻ ഉള്ള ആളുകൾ, രക്തശുദ്ധി കുറവുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഈ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട്. ഈ പ്രശ്നം നന്നായിട്ടുള്ളതിന് നമ്മൾ നീലബൃങ്കാതി എണ്ണയാണ് എല്ലായിടത്തും മേടിച്ച് തേക്കും, കുറെ ദുർദുരപത്രാതി മേടിച്ച് തേക്കും, പിന്നെ അവർ കാച്ചി വിൽക്കുന്നുണ്ട്, ഇവർ കാച്ചി വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കും. എന്നിട്ട് ഒരു മാറ്റം അല്ലാണ്ടാവുമ്പോൾ മറ്റേ സാധനം വെച്ച് കെട്ടും. ഏത് ആ മുടിയിലെ വാറില്ല, മുടിവാറ്, അത് വെച്ച് കെട്ടും. അപ്പൊ കടയ്ക്ക ഒരു കുറ്റിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥ പിന്നീട് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ നിരാശ വന്നിട്ടാണ്. കാരണം കുറേയൊക്കെ ശ്രദ്ധിച്ചു, ഇതൊന്നും ആവണില്ല, ഇത് വളരാൻ എളുപ്പമല്ല എന്ന് വിചാരിച്ചിട്ട് മാറി നിന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും, ഏത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ഒരു മുടികൾ കംപ്ലീറ്റ് പോയിട്ട് നമ്മുടെ ശരീരത്തിന്റെ അവിടുത്തെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ കാണുന്ന അത്ര ഈ ഒരു മുടിയുടെ ഷേപ്പ് തലയിൽ ഉണ്ടായാൽ മതി, തിക്കായിട്ടുണ്ട് വരും. കാരണം വെച്ചാൽ അവിടെ പോയ സാധനങ്ങൾ കംപ്ലീറ്റ് മുടികളും വളരും എന്നുള്ളതാണ്. ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു മുട്ട പഠിച്ച ഒരാളുടെ തലമുടി അത് മുടി ഈരാൻ പാകമാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 1.5 മാസം പിടിക്കും. അപ്പോൾ 1.5 മാസം ആയെങ്കിൽ മാത്രമാണ് മുടി ഒരു ഇത്രയ്ക്ക് വളരുള്ളൂ. അപ്പോൾ നമ്മളിത് എണ്ണ തേച്ചിട്ട് ദിവസം കണ്ണാടിയിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കടയ്ക്കുന്നിട്ട് വരണുള്ളൂ. ഇത് പോയ ആൾക്കാരാണ് വരുന്നത്, മുടി വെട്ടി കഴിഞ്ഞിട്ട് വരുന്നത്. എൻ്റെ കണക്കാണ് ഈ പറഞ്ഞത്. പോയത് വരിക എന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ടായി വരണമെങ്കിൽ നമുക്കൊരു 3 മാസം ഉപയോഗിക്കണം. പക്ഷേ 20 ദിവസം ആകുമ്പോഴേക്കും ഉണ്ടായിരുന്ന മുടി നീളം വയ്ക്കും. ഉണ്ടായിരുന്ന മുടികൾ 20 ദിവസം ആകുമ്പോഴേക്കും പെട്ടെന്ന് നീളം വെച്ച് നമുക്ക് അറിയാൻ പറ്റും. വളർച്ചയുടെ ഗ്രോത്ത് കൂടും, സ്പീഡ് കൂടും. പിന്നെ അവിടെ പോയോടത്തു നിന്നൊക്കെ മുളച്ച് വരുന്നത് കാണും. അപ്പം നിങ്ങളിത് പരട്ടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഭർത്താവിനോടോ ഭാര്യയോടോ ആരോടാണെങ്കിൽ നിങ്ങൾ തലോടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ എണ്ണ ഉപയോഗിച്ചിട്ട് വല്ല ഗുണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തലോടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നെറിയയിൽ ഒഴിക്കുക, എന്നിട്ട് നന്നായി പരട്ടിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ചിക്കി ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് എല്ലായിടത്തും പരട്ടി വയ്ക്കുക. പരട്ടി വെച്ചതിന് ശേഷം ആണ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക. പിന്നെ പരട്ടി തലോടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾ നീളത്തിലുള്ളതിൻ്റെ മുകളിൽ പരട്ടിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് തലോട്ടിൽ ആരും പരട്ടില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പരട്ടി ഭയങ്കരമായിട്ട് ഒലിപ്പിച്ച് വെക്കും. പക്ഷേ ഇത് കടക്കുറ്റിയിലേക്ക് സാധനം എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ പറ്റണത് തലോട്ടിലാണ്. തലോട് മുതൽ നമ്മളെ ബോഡിയുമിലാണ് ഇതൊക്കെ പറ്റണം. നന്നായി പരട്ടി ഇതായി കഴിഞ്ഞാൽ മുടിയോടെ കെട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിയാണ്ട് ഇത് കഴുകി കളയരുത്. തൈലങ്ങൾ, എണ്ണകൾ, ഇതൊക്കെ ദേഹത്താണെങ്കിലും തലയിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഗുണം നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ 1 മണിക്കൂർ പിടിച്ചെങ്കിൽ മാത്രമേ ഈ ഔഷധം നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുതന്നെയായാലും മുടി വലുതാവാൻ വേണ്ടി നല്ലൊരു പൈസ കൊടുത്തിട്ട് ഇത് കാച്ചി അല്ലെങ്കിൽ മെനക്കെട്ട് കാച്ചിയിട്ട് നിങ്ങളിത് വേണ്ട വിധത്തിൽ അത് പിടിക്കാനുള്ളൊരു സമയമില്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഒഴിവില്ലെങ്കിൽ വൈകിട്ട് ഉപയോഗിക്കുക. വൈകിട്ട് അന്നും 2 നേരം ഫുൾ തിരക്കാണെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കുക. അല്ലാണ്ട് വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ദിവസം എണ്ണാക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കാച്ചാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഇതിലുകൊണ്ട് അകാല നിര എത്ര ചെറുപ്പക്കാർക്കാണെങ്കിലും ഈ അകാല നിര പോകും. ഈ ഒരു 15 വയസ്സ് മുതൽ തന്നെ ചില ആളുകൾക്കൊക്കെ നിര വരുന്നുണ്ട്. അതുപോലെ ഒരു 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളെയാണ് നമ്മൾ ഈ അകാല നിര എന്നുള്ളതിലേക്ക് കൂട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വാർദ്ധക്യ നിരയിലേക്ക് കൂട്ടാം. കാരണം വെച്ചാൽ 40 കഴിയുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് നിരയിൽ അതിൻ്റെ അപ്പുറം വരും. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഈ ഒരു സമയത്തിൻ്റെ അകാല നിരകൾ മാറാനും ഈ പോയ മുടികളും ഉണ്ടായിരുന്ന മുടികളും വലുതാവാനൊക്കെ ഏറ്റവും നല്ല ഔഷധത്തിൻ്റെ അല്ലെങ്കിൽ മരുന്നാണ് ഈ പറയുന്നത്. വാങ്ങിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ 1/2 ലിറ്റർ 800 രൂപയ്ക്കാണ് ഇത് അയച്ചു തരും. ഒരൊറ്റ ബോട്ടിലുകൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്നുള്ളത് സംശയമില്ല. തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു 3 മാസം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഈ എണ്ണയുടെ മുകളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു തലമുടി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും കൺട്രോൾ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതാണ്ട് ഉപയോഗിച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് നിർത്താവുന്നതാണ്. അല്ലാതെ ഇതാണ് നിർത്തി ഉടനെ തന്നെ കംപ്ലീറ്റ് പഴയ പോലെ ആവുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രായോഗികമായിട്ട് നമുക്ക് എത്തിപ്പോണ ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഈ ചിലവരുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എണ്ണ കാച്ചി തേപ്പിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ജീവിതകാലം മുഴുവൻ പിന്നെ ഈ മുടി എണ്ണയുടെ മുകളിലായിരിക്കും കെയർ ചെയ്ത് പോവുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കൊഴിഞ്ഞു പോയത് വരുന്നത് വരെ മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുക.
ഇതിനൊക്കെ സാധാരണ നമ്മൾ നീലമരിയുടെ കൂട്ടിൽ പെടുന്ന നീലമരി എന്ന് പറയല്ലോ, നീലമരി, കഞ്ഞുണ്ണി, അതിനെ പേരെന്നെ ചിലവർ കയ്യോന്നി എന്ന് പറയും, കഞ്ഞുണ്ണി എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ ഇപ്പോൾ ചിത്രം ഒന്ന് കാണിച്ചു തരുന്നത് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വേണമെങ്കിൽ ആ നെറ്റിലൊന്ന് കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്നൊന്ന് അടിച്ചു നോക്കിയാൽ കാണാം. അതാണ് ചെടി. പിന്നെ ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉഴിഞ്ഞ. അപ്പോൾ ഈ കഞ്ഞുണ്ണി നീലമരിയാണ് മുടി വളർത്താൻ വേണ്ടിയിട്ടുള്ളത്. ഉഴിഞ്ഞ എന്ന് പറയുന്നത് നീരിറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നീരിറക്കം ചില ജലദോഷം മറ്റു കാര്യങ്ങളൊക്കെ തലയിൽ തണവ് തട്ടി കഴിഞ്ഞാൽ അസുഖം വരുന്നവർക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഉഴിഞ്ഞിടുന്നത്. അതുപോലെ തന്നെ പച്ചനെല്ലിക്കയുടെ നീര്, കാരണം ഉഷ്ണം കൂടുതലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഉഷ്ണമുള്ളവർക്കും അതുപോലെ തന്നെ നീരിറക്കമുള്ളവർക്കും തണവ് പറ്റാത്തവർക്കും ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും ചേർക്കുന്നത്. അപ്പോൾ തണവുള്ള ആളുകൾ, നെല്ലിക്കയുടെ പ്രശ്നം കൊണ്ട് തണവ് കൊണ്ട് ജലദോഷം പിടിക്കുന്നവർക്ക് ഉഴിഞ്ഞ കൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് അത് അതിൻ്റെ ഫലം വരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ നീര് എടുത്തതിൽ തന്നെ ഒരു 1.5 കിലോയിലേക്ക് ഇത്രയും 1.5 കിലോ തന്നെ സമമാണ് ഇതിൻ്റെ കണക്ക്. ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് സമമാണ് കണക്ക്. പിന്നെ അതിൻ്റെ പോലെ തന്നെയാണ് പശുവും പാല്, ആട്ടുംപാല്, തേങ്ങാപ്പാല്, എരുമപ്പാല്. ഈ പാലുകളൊന്നും ഇന്നത്തെ കാലത്ത് പശുവും പാല് മാത്രമേ കിട്ടാവുള്ളൂ. പിന്നെ നാളികേരപ്പാലും മറ്റ് പാലുകളൊന്നും വിട്ടുകൊണ്ട് കുഴപ്പമില്ല. കാരണം വെച്ചാൽ അതൊരു ഹെൽത്തിയാണ് വെച്ചെങ്കിലും ഇതൊരു കാര്യമായൊരു പ്രശ്നമൊന്നും ഇപ്പോൾ അതുകൊണ്ട് വരാൻ പോണില്ല. പിന്നെ പുരാണഘട്ടം എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, പുരാണഘട്ടം അഞ്ജനക്കല്ല്. ഈ പുരാണഘട്ടം അഞ്ജനക്കല്ലും വെളുത്ത കുന്നിക്കുരു, അതും ഇരട്ടി മധുരം, ഇതൊക്കെയാണ്. പിന്നെ താമര കുരു നടി, താമര വിത്ത്, ഈ സാധനങ്ങളാണ് കലക്കാക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ 1.5 കിലോയിലേക്ക് 10 ഗ്രാം വീതമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ മരുന്നുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞത് എണ്ണം കുറവുണ്ടെങ്കിലും ഞാനിതിൽ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങളത് എഴുതിയെടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ അതുപോലെ കാച്ചുക. അപ്പോൾ അത് കാച്ചുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റതൊക്കെ നീരും ഇത് കൽക്കത്തിന് വേണ്ടിയിട്ടുള്ള പൊടി. അപ്പോൾ 1.5 കിലോയിലേക്ക് 10 ഗ്രാം വീതമാണ് ഈ പൊടികൾ ചേർക്കേണ്ടത്. ഈ ചേർത്ത് നിങ്ങൾ അതേപോലെ അഞ്ജനക്കല്ല് ഇത് പൊടിച്ചിടുക. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 10 രൂപയുടെ ചില 10 ഗ്രാം അല്ല 5 ഗ്രാം പച്ചക്കർപ്പൂരം ഇതിൽ പൊടിച്ച് ചേർക്കുക കാച്ചിയതിന് ശേഷം. പക്ഷേ ഈ ഒരു കാച്ചുന്ന ഈ മരുന്നുകളൊക്കെ ഇടിച്ചു പിഴിഞ്ഞ നീരും പിന്നെ കാണുന്ന കൽക്കത്തിൻ്റെ ഇതും കൂടിയിട്ട് ഒരു 1.5 കിലോയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് വരും. പക്ഷേ ഇതൊക്കെ പറ്റുന്നവരും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അവരിതുപോലെ ഈ പുരാണഘട്ടം ആരും ചേർത്തുണ്ടാവില്ല, താമരക്കിഴങ്ങ് ഈ സാധനം ആരും ചേർത്തുണ്ടാവില്ല. ഈ പുരാണഘട്ടം ഇതൊക്കെ അഞ്ജനക്കല്ല് ഇതൊക്കെ കൂടുമ്പോൾ നമുക്ക് അകാല നിര മാറും, പോയ മുടി വരികയും ചെയ്യും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാന ചേരുവകളിൽ പെട്ടാണ്. ബാക്കിയൊക്കെ നീലഭൃംഗാദിയുടെ യോഗത്തിൽ പെടുന്നത് തന്നെയാണ്. ഈ മരുന്ന് വേണ്ടതുപോലെ കാച്ചിട്ട് ഉപയോഗിക്കാൻ ഒരു മരുന്ന് കടക്കാർക്ക് പോലും പറ്റില്ല. കാരണം വെച്ചാൽ അത്രയധികം ഒരു വലിയൊരു ഏജൻസി ആണെങ്കിൽ പോലും അവർക്ക് ഇത്രയധികം സാധനങ്ങളെ കൊണ്ട് വിൽക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങൾ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് നമ്മുടെ വൈദ്യശാലയിൽ ഇതുപോലെ തന്നെ രോഗികളായിട്ട് വരുന്നവർക്ക് വേണ്ടി മാത്രം ആണ് കാച്ചുന്നതൊക്കെ. നമ്മൾ കുറേ തൈലങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ പേഷ്യൻസിന് മാത്രം കാച്ചുന്നതാണ്. ഇത് നമ്മൾ വീഡിയോയിൽ ഇട്ടപ്പോൾ പലവരും ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലുണ്ടാ, മുടി വളരാനുണ്ടാ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്തതും. ആവശ്യക്കാർക്ക് നമ്മളിത് കൊറിയർ പോസ്റ്റ് മുഖേന, കൊറിയർ സർവീസ് അല്ല, പോസ്റ്റ് ഓഫീസ് മുഖേന നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1/2 ലിറ്ററാണ് 500 മില്ലി 800 രൂപയ്ക്കാണ് നമ്മളിത് തരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് തലയിൽ പിടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് നീരിറക്കം വന്നെങ്കിലോ എന്നൊക്കെ ഉണ്ടെങ്കിൽ 200 മില്ലി 400 രൂപയ്ക്കും നമ്മളിത് അയച്ചു തരും. ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് തലയ്ക്കൊക്കെ പറ്റുന്നുണ്ട്, കൊഴിച്ചില അല്ല പ്രശ്നങ്ങളൊന്നും, കൊഴിച്ചില അല്ല നീരിറക്കത്തിനൊന്നും പ്രശ്നമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മതി പിന്നീട് അടുത്ത സ്റ്റെപ്പ് മേടിക്കൽ. പക്ഷെ അതല്ല 500 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 200 രൂപ ലാഭവും കിട്ടും. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ പോയ മുടി വളരും എന്നുള്ളതും മുടി കൊഴിച്ചിൽ നിൽക്കും എന്നുള്ളതും മുടി ഉണ്ടായിരുന്ന മുടി നല്ല ഗ്രോത്തിൽ നന്നായി വളരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ പൂർണ്ണ ഗ്യാരണ്ടി നിങ്ങൾക്ക് പ്രസാദ് വൈദ്യരായ ഞാൻ തന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുടിയുടെ പ്രശ്നത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ളതാണ് ഈ പറഞ്ഞത്. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടുള്ള ആളുകൾ, താരനും ചൊറിച്ചിലും ഇതൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ച് വല വെയിലത്ത് വെച്ചിട്ട് ഉള്ള എണ്ണ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കണവരുണ്ട്, അവണക്കെണ്ണ ചേർക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പലരും പല തരത്തിലും ഇതൊക്കെ കാച്ചുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ടിപ്പ് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ മറ്റേതൊക്കെ ചേർക്കുന്നത് കൊണ്ടും വിരോധമല്ല.
അപ്പോൾ അതുകൊണ്ട് മരുന്നിന്റെ കണ്ടന്റാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അളവ്. ഇത് പരിപൂർണമായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ കുറിച്ചിട്ടും മുടിയെ കുറിച്ചിട്ടും സൗന്ദര്യത്തിനെ കുറിച്ചും പലതരത്തിലും നമ്മൾ ആലോചിച്ചിട്ട്, അതുപോലെ തന്നെ മറ്റൊരു ആൾക്കാർ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ തന്നെ എന്താ ഈ കോലം കാണുന്നതെന്ന് പറയുന്നത് വെറും 3 മാസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ാണ് നമ്മുടെ വൈദ്യശാലയുടെ ഉള്ളിലാണ് നമ്മുടെ വൈഫാണ് ആ തൈലമൊക്കെ ഇളക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വൈദ്യശാലയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മരുന്നുകൾ എടുത്ത് അത് ആവശ്യക്കാർക്ക് താൽക്കാലികമായിട്ട് നമ്മളവിടെ അതിൻ്റെ കഷായം വെച്ച് അതിൻ്റെ ഇടിച്ച് പിഴിഞ്ഞ നീര് അങ്ങനെ എല്ലാം ചേർത്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കുന്ന തൈലാണ്. ഇതിന് വലിയ രീതിയിലുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സ്വന്തം പേഷ്യൻസിന് മാത്രമായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ചെറിയ ഉരുളിയും കാര്യങ്ങളൊക്കെ. വല്ല കമ്പനി പോലത്തെ വലിയ ചരക്ക് വെച്ചിട്ടൊന്നും കാച്ചേണ്ടതായിട്ടുള്ള ഓർഡറൊന്നും നമുക്കില്ലേനും നമ്മുടെ ചാനൽ ആയതുകൊണ്ട് നമ്മളിത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് മരുന്നുകൾക്ക് നമുക്ക് ഓർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥിരം